ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറെ ഡിപ്രഷനിലോട്ട് വരെ തള്ളിവിട്ട ആ കൈമുട്ട് വേദനയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെന്നീസ് എൽബോ എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ്. എന്താണ് ടെന്നീസ് എൽബോ? റിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഒരുപാട് വരുന്നവരില്ലേ, കവർ ഡ്രൈവ് ചെയ്യുന്ന സച്ചിൻ ടെണ്ടുൽക്കറെ പോലെയുള്ളവരില്ലേ, പിന്നെ ടെന്നീസ് പ്ലേയേഴ്സിലെ, വീട്ടമ്മമാരിലെ, തുണി പിഴിയുന്നവരിലെ, ഡ്രൈവേഴ്സിലൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഈ അസുഖം ഈ ഇവിടുത്തെ ഒരു മസിൽ ഗ്രൂപ്പ് ഉണ്ട്, ഈ എക്സ്റ്റൻസർ ഗ്രൂപ്പ് ഓഫ് മസിൽസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഈ കൈമുട്ടിലെ ഈ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്ന എല്ലിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഓവർ യൂസ് വരുന്നവരിലാണ് നമ്മൾ ഈ ടെന്നീസ് എൽബോ കാണുന്നത്. ഓവർ യൂസ് കാരണമാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ അത് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ആ മൂവ്മെൻറ്റ്സിന് റെസ്റ്റ് കൊടുക്കുക തന്നെയാണ്. മൂവ്മെൻറ്റ്സ് റെസ്റ്റ് കൊടുത്തതിന് ശേഷം അവിടെ ഐസ് വെക്കാം, ചെറിയ മരുന്നുകൾ ഉപയോഗിക്കാം. ടെന്നീസ് എൽബോ ബ്രേസ് എന്ന് പറയുന്ന ഒരു ബെൽറ്റ് കൈമുട്ടിന് താഴെയായിട്ട് ഇവിടെ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മസിൽസിൻ്റെ അറ്റാച്ച്മെൻറ്റ് കുറച്ച് താഴോട്ടാകാനും ഇവിടുത്തെ സ്ട്രെസ്സ് കുറച്ച് കുറയ്ക്കാനും അത് സഹായിക്കുന്നു. ഇതിലൊന്നും മാറാത്തവരിൽ ചെറിയ ഇഞ്ചെക്ഷൻസ് വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻസിന് മാറിയില്ലെങ്കിൽ മാത്രം നമ്മൾ സർജറിയിലോട്ട് പോകേണ്ടി വരും. നിർഭാഗ്യവശാൽ സച്ചിൻ ഇതുകൊണ്ടൊന്നും മാറിയില്ല, സർജറി വേണ്ടി വന്നു. എന്നാൽ സച്ചിൻ അതിനപ്പുറം സൂപ്പറായിട്ട് തന്നെ തിരിച്ചു വന്ന് ഇന്ത്യക്ക് 2011 വേൾഡ് കപ്പ് നേടിത്തന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഡേ.